ക്യാമറ മറന്നുപോയാലാണ് ഞങ്ങൾക്ക് പറയുന്നത്. 28 മൈലിനുള്ളിൽ പറയണം. കൂടിപ്പോയി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കാണും. ഒറ്റ തേങ്ങ പറടേ കണ്ടന്റിന്റെ ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് ഒരുത്തരെ പിടിച്ച് ഇവിടെ സൈഡിൽ ഇരുത്തിയില്ല. അവനൊരു മാങ്ങയും പറയണില്ല. ഇവൻ ക്യാമറ കണ്ടപ്പോ ഇൻട്രോവേർട്ട് ആയിപ്പോയി. ഇൻട്രോവേർട്ടുകളെ കൊണ്ട് തോറ്റു. ഇൻട്രോവേർട്ടുകൾ അല്ലെങ്കിലും അത് ഇൻട്രോവേർട്ടിന്റെ കയ്യിലാണോ? അല്ലെങ്കിൽ ഇൻട്രോവേർട്ടുകൾ ഉണ്ടെങ്കിലാണ് ഇൻട്രോവേർട്ടാണ് ആരും മിണ്ടാതെ പോയി പണിയെടുക്കുന്നതും ആരുണ്ടാക്കുന്നതും. അങ്ങനെ മിണ്ടുന്ന ആൾക്കാർ പണിയെടുക്കുന്നില്ല. ആര് പറഞ്ഞു? അവരിതാണെങ്കിൽ കൊളകൊള സംസാരിച്ചോണ്ടിരിക്കുന്നില്ല. ഓള പൊട്ട അങ്ങനെയൊന്നും ഇല്ല. ഇൻട്രോവേർട്ട് ആണെന്നും പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല. കാര്യം ഒരു ഇത് പറയുകയാണെങ്കിൽ ഈ എക്സ്ട്രോവേർട്ടുകൾ ഉണ്ടായത് ഇൻട്രോവേർട്ട് ഉള്ളതുകൊണ്ടാന്ന് പറയാം. അല്ല, സംഭവം എല്ലാവരും എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കാര്യമല്ലേ. പുള്ളി അതിന് മേളിൽ നിന്ന് അത് തെന്നി സൈഡിലേക്ക് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ടോ? ഫുള്ള് ഗ്ലിച്ചാണല്ലോ. സ്പ്രേ എടുത്തി സ്പ്രേ പെട്ടു. എന്റെ ഹെയർ ശരിയല്ല. വീഡിയോയില് ഹെയർ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ എടാ അതല്ല, അത് സ്പീക്കർ എടുത്തിട്ട് വണ്ടി വിട് സ്പ്രേ അടിച്ചോണ്ടി കണ്ണി തെറിക്കണ്ടെന്ന് വിചാരിച്ച് കണ്ണടച്ചു പിടിച്ചതാ. ഇയാൾക്ക് പഠിക്കണോ? പിന്നെ ഇത് മൊത്തം മുള്ളായി പോയി അടിച്ചു. ഫ്രണ്ടിലടിക്കാൻ പറ്റി. മെസ്സി ഹെയർ സ്റ്റൈലാണ് എനിക്കിഷ്ടം. ശരി, ഓക്കെ, ഏകദേശം ഓക്കെ. എന്റെ ഹെയർ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരും? ഇന്നാള് ഞാൻ വലിയൊരു സാധനം കണ്ടേ, ചിരിച്ചിരിച്ച് ചത്ത് ഞാൻ. ഗ്ലോബൽ വാർമിങ്ങിന് ഇതായിട്ട് മീൻസ് ഗ്ലോബൽ വാർമിങ് കുറയ്ക്കാൻ വേണ്ടിട്ട് വിൻഡ് മില്ല് തുടങ്ങിയത് ഒരുത്ത കേട്ടെ. അപ്പൊ ഇമാരിരുന്നിട്ട് ഈ പോഡ്കാസ്റ്റ് എന്തുവാ ഇമാരിരുന്നിട്ട് പറയാ, ഓക്കെ എടാ വിൻമില്ല് ഗ്ലോബൽ വാർമിങ് കുറയ്ക്കും എന്ന് പറഞ്ഞ് ഇപ്പൊ അതെങ്ങനെയാന്ന് ചോദിക്കാണ്. അപ്പൊ ഒരു പൊട്ടെ അവരുന്നിട്ട് പറയാട്ടോ, ആ വിൻമില്ല് അതിങ്ങനെ കറങ്ങുമല്ലേ, ഫാൻ വലിയ ഫാനാണല്ലോ, അത് കറങ്ങി ചൂടൊക്കെ കുറയൂലോ. എല്ലാരും പാവടിച്ചിരിക്കുക. ഇതെന്ത് ഈ പറയണേ പോലെ സംഭവം എന്നാന്നറിയാമോ? ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിട്ട് അത് റിന്യൂവബിൾ എനർജി ആയിട്ട് എനർജി കുറച്ചിട്ട് അപ്പൊ കാർബൺ എമിഷൻ കുറയണ ആ സീനാണല്ലോ. ഈ മണ്ണം വിചാരിച്ചോണ്ടിരുന്നോ അറ്റ്മോസ്ഫിയർ തണുക്കാൻ വേണ്ടിട്ട് ഫാൻ ഇട്ട് കറക്കണയാണ്. എന്റെ മോനെ ചിരി ചത്ത് ഞാനത് കണ്ടിട്ട്. ഈ ഓളമൊക്കെ ഇത് പോട്ടെ, ഇപ്പൊ പറയാൻ പറ്റില്ല. നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഉമ്മാര് ഉണ്ടാക്കിയതാണെന്ന് പറയാൻ പാടില്ല. ഈ സാധനമൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടി അങ്ങനെ പലതും ഉണ്ടാക്കും ഉമ്മാര്. എന്തൊക്കെയോ പറഞ്ഞു. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന പകുതി മുക്കാലും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ കുറെ സാധനം വെറൈറ്റി സാധനം ഇറങ്ങുന്നുണ്ട്. പിന്നെ ബ്രിട്ടൻ ഗോട്ട് ടാലന്റ്, ഈ ഗോട്ട് ടാലന്റിന്റെ ഷോ ഉണ്ടല്ലോ, അതിന്റെ അകത്ത് ഓരോരുത്തർ ഇങ്ങനെ ഓരോ കോലം കെട്ടി മീൻസ് ഓരോ കോസ്റ്റ്യൂമിൽ വരും, ഓരോ മൃഗങ്ങളുടെ ഒക്കെ. എന്നിട്ട് ട്രാൻസ്ഫോം ആയിട്ട് ആ മൃഗമായി മാറുന്നതിന്റെ സാധനമുണ്ട്. കുറെ വീഡിയോ വരുന്നുണ്ട് ഇതിനകത്ത്. ഇങ്ങനെ വെച്ചാൽ അത് കാണിക്കുന്നത് വെച്ചാൽ ആദ്യം ഇങ്ങനെ മറ്റേ മൃഗമായിട്ട് വരും, അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ മറ്റേ മൃഗത്തിന്റെ പോലത്തിലായിട്ട് എന്നിട്ട് അതിന്റെ പുറകെ ഇരുന്നിട്ട് ഓടി ജഡ്ജസ് ഇരുന്ന് ഫുള്ള്
ഫുള്ളേടു കൊണ്ട് അങ്ങനെ ഫുള്ളൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് അതിനൊക്കെ എന്നാ റീച്ച് എന്നറിയാമോ? നല്ല വ്യൂസ് ഉണ്ട്. അത് ഈ സാധനം ആൾക്കാര് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു ആൾക്കാർക്ക് ഏടെ ഇത് അതിപ്രസരം മനസ്സിലാവാത്ത എന്തൊക്കെ കാണിക്കുന്നു. ഞാൻ ഈ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഒരു സാധനം വിശ്വസിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരൊറ്റ വീഡിയോയും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഏതിനെ കൊണ്ട് പലതും കാണിക്കാം. നമ്മൾ സിമ്പിളായിട്ട് കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള സാധനം ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത്. നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ചാറ്റ് GPT കുറെ മെയിൽ എടുത്തിട്ട് ഇതിന് റിപ്ലൈ ചാറ്റ് GPT ഇങ്ങ് തരുന്നു, അത് നമ്മൾ എടുത്ത് 1000 ആക്കി അയച്ചു കൊടുക്കും. ഇത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും ഉണ്ടാക്കി തന്നെ, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ മാറിയിട്ടുണ്ടല്ലോ, വൻ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത സാധനമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഏതില് ഒരു സാധനം വരുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഇനി വന്നു കഴിയുമ്പോൾ അങ്ങനെയായിരിക്കും. ഏടെ ഇച്ചിരൂടെ വളർന്നു കഴിയുമ്പോ ഒരു ഇപ്പൊ മറ്റേ എന്നെ കിഡാലോ എഴഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക, നീന്തിക്കൊണ്ടിരിക്കുക തറയെ കിടന്ന്. ആ നീന്തിക്കൊണ്ടിരുന്നോടന്ന് എനിക്ക് കേറിയിട്ട് ഒരു അഡോലസന്റ് ഏജിലെത്തൂലോ, അതൊക്കെ ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും. നമ്മളെ പോലെ ആ ഒരു അത്ര വർഷമൊന്നും വേണ്ടി വരില്ല അതിന്. ആ ഒരു ഏജിലെത്തി കഴിയുമ്പോ ചിലപ്പോ നല്ല വെളിത്തരമൊക്കെ കാണിക്കായിരിക്കും. ഞാൻ വേറൊരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ പറ. അതല്ല, ഇപ്പൊ ജനറേറ്റീവ് AI വേറെന്തൊരു AI കൂടി ഉണ്ട്, അതിന്റെ പേര് ഞാൻ ഓർക്കണം. ജനറേറ്റീവ് AI ആണ് ഇപ്പൊ മറ്റേ ഡേറ്റയൊക്കെ ഫീഡ് ചെയ്തിട്ട് ഉള്ള ഡേറ്റ വെച്ചിട്ട് പുതിയ സാധനം കണ്ടുപിടിക്കുന്നു. മറ്റേ AI-യുടെ പേരൊന്നും അറിയാൻ പാടില്ല. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ വേണ്ട, അവര് തന്നെ ജനറേറ്റ് ചെയ്യും. അത് ജനറേറ്റ് അല്ലോ, ഹ്യൂമൻ പോലെ. ഓക്കെ, നമ്മള് മനുഷ്യന്മാരെ പോലെ ഇന്റലിജന്റ് ആയിരിക്കും. അത് ഇന്റലിജന്റ് ആയിരിക്കും. തീർന്നു. അതൊന്നും രസമായിരിക്കും. നമ്മളെ അടിമകളെ പോലെ പറയുന്ന പണി എടുക്കാൻ വേണ്ടി നിൽക്കാം. ടെക്നിക്കൽ പണിയൊക്കെ ചെയ്യും, നമ്മൾ അവിടെ നിന്ന് ഫിസിക്കൽ വർക്ക് നമ്മൾ ചെയ്യണം. മാനുവൽ ലേബർ ആയിരിക്കും നമ്മൾ. പിന്നെ എല്ലാരും വിചാരിച്ചോണ്ടിരിക്കണേ നമ്മുടെ കയ്യിലാണല്ലോ, മനുഷ്യനാലോ ഉണ്ടാക്കിയ കാര്യമില്ല. ക്രിയേഷൻ മനുഷ്യനെ തന്നെ അതായിരിക്കും. അത് തന്നെയായിരിക്കും ഇപ്പൊ മറ്റേ ദൈവികമായി പറയുകയാണെങ്കിൽ സംഭവിക്കുന്നതാണ്. അത് കണക്ട് ദൈവികമായി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, റിലീജിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സാധനമാ നമ്മളല്ല ദൈവത്തിന്റെ ക്രിയേഷൻ വളർന്ന് ചിന്തിച്ച് അങ്ങേറ്റത് ദൈവം ഇല്ലാന്നായി തുടങ്ങി പറഞ്ഞു. ഇപ്പൊ ദൈവം ഇല്ലാന്നാണല്ലോ എല്ലാ ആൾക്കാരും പറയണത്. സയൻസിനെ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ. അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അതിലും ഈ പറഞ്ഞ സാധനം തന്നെയാ, ക്രിയേഷൻ ഡിസ്ട്രോയ്സ് ദ ക്രിയേറ്റർ. ഒരുപാടുണ്ട്. അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ ഇഷ്യൂ. ഒന്നെങ്കിൽ ദൈവത്തിന് പറയാൻ പറ്റണം ഇതെല്ലാം ഒന്നാന്ന് പറയാൻ പറ്റണം. പറഞ്ഞ് പക്ഷേയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവവും ഇതുവരെയും വന്നിട്ട് അടുത്ത് സംസാരിച്ചിട്ട് എല്ലാം മെസ്സഞ്ചറാണ്. മെസ്സഞ്ചർ വഴിയാണ്. മെസ്സഞ്ചർ വഴി എന്താ പുള്ളിക്ക് നമ്മളെ പോലെ മനുഷ്യൻ. ചിലപ്പോൾ ദൈവം ഡയറക്റ്റ് പ്രത്യക്ഷപ്പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കും. മെസ്സഞ്ചർ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ. ഞാൻ ആലോചിച്ച് നോക്കി, പെട്ടെന്നൊരു രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തോ തേങ്ങ പറഞ്ഞിട്ട് പോയി, നീ വലിച്ചിരിക്കുമല്ലോ പേടിച്ച് പറിച്ചത്. അതേസമയം മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരാൾ പറയാണ്, എടാ ഇത് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വിശ്വസിക്കാൻ പാകത്തിനുള്ള ആളാണെന്നുണ്ടെങ്കിൽ വേറൊരു തൊട്ട് ഓരോരുത്തരും ഓരോന്ന് ഇമാജിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. ഇമാജിനേഷൻ തന്നെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ ഒരു മതം ഞാൻ ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കാലോ. ഞാൻ പറയുകയാണ് ഇങ്ങനെയാണ് സംഭവം പറഞ്ഞിട്ട് കുറച്ച് ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയാൽ മതി ഞാൻ. അപ്പോ അതൊന്ന് ഇതായി നാട്ടില് ഡിങ്ങുമതം നടക്കും. ഡിഗ് ദൈവമായിട്ട് അവരൊക്കെ ഇപ്പൊ എവിടെയാണോ
ഡിങ്കനൊക്കെ ഞങ്ങളുടെ ദൈവം ഡിങ്കനാണ്. ഡിങ്ക ശരിക്കും അണ്ണനാണോ? അണ്ണനാണോ? അല്ല, ഡിങ്കിന് ഒരു മിത്തിക്കൽ ക്രീച്ചർ. മിത്തിക്കൽ ക്രീച്ചർ അല്ല, അവിടെ അണ്ണാനാണോ? ഏത് മൃഗമാണെന്നാ ഞാൻ ചോദിച്ചേ. മിത്തിക്കൽ ക്രീച്ചർ എലിയാണോ അണ്ണാനാണോ? എനിക്ക് അതിൽ ഏതാന്ന് അറിഞ്ഞാൽ. എലിയാണോ ഡിങ്ക? ഇതിനകത്തിപ്പോ 2 മിനിറ്റിലുള്ള കണ്ടന്റ് കേട്ടോ വന്നിട്ടുള്ളൂ. മറ്റേതിങ്ങനെ അടിച്ചടിച്ചിട്ടായി തലേക്ക് ഇങ്ങനെ മാറി മാറി. എന്നാലും 2 മിനിറ്റിനുള്ള സാധനം വന്നിട്ടുള്ളൂ. നമുക്ക് മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും മിനിമം വേണം. എന്നാലേ യൂട്യൂബിലെ ആള് കാണും. അല്ല, അങ്ങനെയല്ല, ആളല്ലെങ്കിലും കാണൂല. അത് വേറൊരു പോയിന്റ്. ആരും കാണുന്നില്ല എന്നുള്ളത് വേറൊരു വാസ്തവം. ഇത് നമ്മുടെ ഒരു സന്തോഷം. അതെ, കുറച്ചാണ് കഴിയുമ്പോ എടുത്ത് വെച്ച് നോക്കാൻ നേരത്ത്. അല്ല, ഇതിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ച് കഴിഞ്ഞ് ഭാവിയില് അതൊരു എത്ര 25 കൊല്ലം കഴിഞ്ഞെന്ന് വിചാരിച്ചോ. 25 കൊല്ലം കഴിയുന്നത് അപ്പൊ ആലോചിക്കും അന്നത്തെ ചിന്താഗതി ഇങ്ങനെ ആയിരുന്നു, ഇപ്പൊ എന്തൊക്കെ അതിന് പ്രൂഫായാലോ. ഈ പിള്ളേർക്കൊക്കെ അടുത്ത ജനറേഷന് കാണിച്ചു കൊടുക്കാം. എന്റെ മക്കളെ, നമ്മള് ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചോണ്ടിരുന്നത്. ഇതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, നിങ്ങള് വേറെ വല്ലതും ചിന്തിച്ചോണ്ടോ എന്നിട്ട് രക്ഷപ്പെടാൻ നോക്ക്. നമ്മളെ പോലെ കോളേജിലൊന്നും പോയിട്ടൊരു കാര്യമില്ല. എന്റെ കൊച്ചിലെ വല്ല ഓർഗനോ അല്ലെ വല്ല ഗിറ്റാറോ അല്ലെ അറ്റ്ലീസ്റ്റ് ഫുട്ബോളെങ്കിലും കളിക്കാൻ പോകും. എന്തെങ്കിലും ടാലന്റ് വളർത്തിയെടുക്കുക, സ്കില്ലുണ്ടാക്കുക. സ്കില്ലുണ്ടെങ്കിലേ കാര്യം. സ്കില്ലുള്ളവരല്ല, എല്ലാവർക്കും സ്കില്ലുള്ള ആളാവാൻ പറ്റില്ലല്ലോ. അതിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാലോ. സ്കില്ലിപ്പോ ഒരാൾക്ക് ജന്മന കിട്ടുന്നതല്ലോ, അതിപ്പോ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കില്ല് വരും. അതാണ് സ്കില്ലിന്റെ പ്രത്യേകത. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മാസ്റ്റർ ആവാം. അതേ കാര്യം തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് മാസ്റ്റർ ആവുമല്ലോ. നമ്മുടെ പ്രശ്നം നമ്മൾ ട്രെയിൻ അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് ട്രെയിനിങ് ഒരു കാര്യം മാത്രം ചെയ്യുന്നില്ല, പല കാര്യങ്ങളും പല സമയത്തും നമുക്ക് ഫോക്കസ് ഇല്ല. അപ്പൊ അതാണ് പ്രശ്നം. എല്ലാവരുടെയും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സമയത്ത് ഓരോ കാര്യത്തിലേക്ക് മാറി 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 പോയിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ആലോചിച്ച് നോക്കിയോന്ന് എല്ലാ ആൾക്കാരും ഇതേപോലെ ആയേക്കണ രക്ഷപ്പെടണ ആൾക്കാര് മൊത്തം ഒരു കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ബോറടിക്കുമായിരിക്കും. ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ കഴിയുമ്പോൾ ബോറടിക്കായിരിക്കും. നമ്മളൊക്കെ ബോറടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് റിസൾട്ട് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളത് വിട്ടേച്ച് പോകും. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റിസൾട്ട് ഇല്ല എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ ആണ്ട്രാ ഞാൻ ഇത് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഗുണമൊന്നും എക്സ്ട്രാ നമ്മൾ ചെയ്യുന്നതിനുള്ള റിസൾട്ട് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് മടുത്ത് നമ്മളത് ഇട്ടേച്ച് പോകും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് അതിൽ നിന്നാണ് ഇളകി വേണം. എന്തോ ഒച്ചയൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് കേട്ടോ. കല്ലും പെണ്ണു വേണം. എവിടെ അപ്പൊ അതാണ് പ്രശ്നം. ഇപ്പൊ തന്നെ ഫോക്കസ് പോയതുണ്ട്. ഫോക്കസ് വാലിയിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ആരായാലും ശ്രദ്ധിക്കുമല്ലോ. ആ റോട്ടിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. എന്നാണ് ഞാൻ ഇന്നലെ ആരെയും പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പോകണേ. ഒരുത്ത ഫ്രണ്ടിൽ വണ്ടി ഓടിച്ചോണ്ട് പോകാം. ഞാൻ നോക്കിപ്പോ അവന്റെ വണ്ടിയുടെ വീൽ കപ്പ് ഊരിയിട്ട് വീൽ കപ്പ് റോട്ടിൽ ചാടി ഇങ്ങനെ ഉരുട്ട് വരാം. ഞാൻ നോക്കിയപ്പോ രാവിലെ കണ്ട അത്രയും വരത്തില്ലല്ലോ. ടയർ തെറിച്ചു എത്രയൊന്നുമില്ല എന്റെ പോലെ. അത് സീൻ സാധനം. വണ്ടി ഇപ്പറ ടയർ ഊരി തെറിച്ച് അതിന്റെ അപ്പുറം 1 മൈൽ അപ്പുറം പോയി കിടക്കണം. അതുകൊണ്ട് വണ്ടിക്ക് ടയർ ഇല്ലാതെ മൂലൊക്കെ കിടക്കുക. എടാ ഏതോ ഒരു പോലീസുകാരൻ പുറകാനുണ്ടോ, അവൻ ഭയങ്കരമായിട്ട് ഫ്ലാഷ് അടിക്കുന്നുണ്ട്. എടാ മാറി കൊടുക്കണം വെള്ളികളെ. നമ്മളെ പിടിക്കുന്ന എന്തിനാ? ഇവിടെ വെള്ളി കാണിച്ചേക്കണവര് മാത്രമേ പേടിക്കേണ്ട കാര്യമുള്ളൂ. നാട്ടിലിപ്പം ഫോണിന്റെ സിമ്മിന്റെ ജിയോ ഇറങ്ങിയിട്ട് എല്ലാം 28 ദിവസത്തെ പ്ലാനാക്കി മാറ്റി. പണ്ടൊക്കെ 100 രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം ഉപയോഗിക്കാം. ഇപ്പോഴോ 28 ദിവസം കഴിഞ്ഞാൽ കാശ് തീർന്നു. അത് 28 ദിവസം അവരുടെ തന്ത്രമല്ലേ. 28 ദിവസം വെച്ച് കണക്കൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ ഒരു ആള് 13 പ്രാവശ്യം ചാർജ് ചെയ്യണം. എന്ത് സാധനമാണ് ഈ 28 ദിവസത്തെ പ്ലാനിൽ നമ്മൾ 13 പ്രാവശ്യം ചാർജ് ചെയ്യണം. അതേസമയം നമ്മൾക്ക് ശരിക്കും സാലറി കിട്ടുന്നത് 12 മാസമുള്ളൂ. 12 മാസത്തെ സാലറി കിട്ടത്തുള്ളൂ. പക്ഷെ 13 പ്രാവശ്യം നമ്മൾ ഈ ബിൽസ് ഒക്കെ കൊടുക്കണം. 1 മാസം എക്സ്ട്രാ നമ്മൾ ബില്ല് കൊടുക്കണം. എല്ലാം അങ്ങനെ കൊടുക്കണം.